ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നു. ദിസ് ഈസ് അവർ 6th ചാപ്റ്റർ. ദ നെയിം ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി. നമ്മൾ ആറാമത്തെ പാഠമാണ്. ആറാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പാശ്ചാത്യ ദർശനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആധുനിക പാശ്ചാത്യ ദർശനങ്ങളെ ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ പാഠഭാഗം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിലോസഫൈസിങ് എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിൽ ലേണിംഗ് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ 3 നോംസ് പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, 3 നോംസ് നമ്മൾ പഠിച്ചതാണ്. ഈ 3 നോംസ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് ജിയോഗ്രഫിക്കൽ നോംസ്, സെക്കൻഡ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ നോംസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് സിസ്റ്റം നോംസ്. ഇങ്ങനെയുള്ള 3 നോംസ് ഓഫ് ലേണിംഗ് ഫിലോസഫിയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡീൽ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിസ്റ്റം നോംസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങൾ, റാഷണലിസം, എംപരിസിസം, അതുപോലെ തന്നെ മോണിസം, ഡ്യുവലിസം, ഫെമിനിസം തുടങ്ങി ഒരുപാട് ഇസങ്ങളെക്കുറിച്ച് നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. അവയെക്കുറിച്ചുള്ള ആ സിസ്റ്റങ്ങളിൽപ്പെട്ട കുറച്ച് സിസ്റ്റങ്ങളെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് വിത്ത് റാഷണലിസം, എംപരിസിസം, മെറ്റീരിയലിസം ആൻഡ് ഐഡിയലിസം. ഇത്രയും സിസ്റ്റംസ് ഓഫ് ഫിലോസഫിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാനുള്ളത്. പ്രധാനമായിട്ടും റാഷണലിസ്റ്റ് തിങ്കേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകളാണ് റെനെ ഡെക്കാർട്ട്, അതുപോലെ തന്നെ സ്പിനോസ, ലെയ്ബനിസ് തുടങ്ങിയിട്ടുള്ള 3 ചിന്തകരെയാണ് നമ്മൾ റാഷണലിസ്റ്റ് തിങ്കേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് വരുന്ന അടുത്ത ചിന്താ പദ്ധതിയാണ് എംപരിസിസം. എംപരിസിസ്റ്റ് തിങ്കേഴ്സ് അല്ലെങ്കിൽ എംപരിക്കൽ തിങ്കേഴ്സ് എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന, എംപരിസിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന 3 ആളുകളെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. അത് ജോൺ ലോക്ക്, അതുപോലെ തന്നെ ഡേവിഡ് ഹ്യൂം, ബെർക്കിലി തുടങ്ങിയ ആളുകളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐഡിയലിസ്റ്റുകളായിട്ടുള്ള ഹെഗൽ, അതുപോലെ തന്നെ ഇമ്മാനുവൽ കാന്റ്, പിന്നീട് മെറ്റീരിയലിസ്റ്റായ കാൾ മാർക്സിനെ കുറിച്ചും ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു പോകുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇവിടെ പറയപ്പെട്ടിട്ടുള്ള റാഷണലിസം എന്ന് പറയുന്ന ആ ചിന്താ പദ്ധതിയെയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റാഷണലിസം എന്ന് പറയുന്നത്, ദ വേർഡ് റാഷണലിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് റേഷ്യോ, വിച്ച് മീൻസ് റീസൺ. റേഷ്യോ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റാഷണലിസം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. റീസൺ എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കാണുന്നത്. റാഷണലിസം പ്രധാനമായിട്ടും അത് ഡീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ഇന്നേറ്റ് ഐഡിയാസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നേറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ സെൽഫ് എവിഡൻറ്റ് ഐഡിയാസ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് എന്താണ് എന്നുള്ളൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. വാട്ട് ഈസ് ഇന്നേറ്റ് ഐഡിയ, വാട്ട് ഈസ് സെൽഫ് എവിഡൻറ്റ് ഐഡിയ? ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമുക്ക് പറയാം, ഇന്നേറ്റ് ഐഡിയ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടിയുടെ മനസ്സിൽ, ആ കുട്ടി ജനിക്കുന്ന ആ സമയത്ത് തന്നെ, അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത്, there will be certain self-evident ideas. Such ideas are known as innate ideas. റാഷണലിസ്റ്റുകൾ കൃത്യമായും പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്നേറ്റ് ഐഡിയാസിനെയാണ്. ജന്മസഹജമായി നമുക്ക് ലഭിക്കുന്ന ഈ ആശയങ്ങളെയാണ് റാഷണലിസ്റ്റുകൾ അവരുടെ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനമായിട്ട് കണ്ടിട്ടുള്ളത്. എപ്പിസ്റ്റമോളജി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ
വർഷം നമ്മളെ ഫിലോസഫി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ ഫിലോസഫിയുടെ ബ്രാഞ്ചസ് പരിചയപ്പെട്ടതാണ്. വി ഹാവ് 3 ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. അത് എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ആൻഡ് മെറ്റാഫിസിക്സ്. എന്താണ് എപ്പിസ്റ്റമോളജി എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എങ്കിലും നമുക്കത് ഒന്നുകൂടി ഓർത്ത് നോക്കാം. എപ്പിസ്റ്റമോളജി ഈസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് നോളജ് ഓർ ദ സ്റ്റഡി ഓഫ് നോളജ്. അറിവ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി. നമുക്ക് ഏത് തരത്തിലാണ് അറിവ് ലഭിക്കുന്നത്, ഏത് തരം അറിവുകളാണ് ശരിയായ അറിവ്, ഏത് തരം അറിവാണ് തെറ്റ് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ അറിവിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച്, മനുഷ്യൻ അറിവ് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എപ്പിസ്റ്റമോളജിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ അറ്റംപ്റ്റ് ആണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന റാഷണലിസം എന്നുള്ളത്. നമുക്ക് അറിവുകൾ പലതരത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, സെൻസസിലൂടെ, നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ വി ആർ ഗെറ്റിംഗ് നോളജ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ ഉള്ളിലെ ആശയം, നമ്മുടെ യുക്തിയിലൂടെ ഒക്കെ നമുക്ക് അറിവുകൾ ലഭിക്കുന്നു. ഈ അറിവുകളിൽ ഏതു തരം അറിവാണ് ഏറ്റവും ശരിയായത് എന്നുള്ള വിവിധ അഭിപ്രായങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. അതിൽ റാഷണലിസ്റ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൈറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ സെൽഫ് എവിഡൻറ്റ് ഐഡിയാസ്, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയ നോളജിൻ്റെ സോഴ്സ് എന്നാണ് അവർ പറയുന്നത്. സെൻസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സെൻഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓഫൺ അവർ സെൻസസ് മേ ഡിസീവ് അസ് എന്നുള്ളതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ നമ്മളെ ചതിച്ചേക്കാൻ, നമ്മളെ ചിലപ്പോൾ പറ്റിക്കാൻ സാധ്യതയുണ്ട് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു അറിവ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കില്ല. സോ ദ പെർഫെക്റ്റ് നോളജ് വിച്ച് വി ആർ ഗെറ്റിംഗ് ത്രൂ ഇന്നേറ്റ് ഐഡിയാസ്, നമുക്ക് ജന്മസഹജമായി ലഭിക്കുന്ന നമ്മളുടെ ആ ഒരു എന്താ പറയുക, സെൽഫ് എവിഡൻറ്റ് ഐഡിയാസ്, അതിനെയാണ് നമ്മൾ ഇന്നേറ്റ് ഐഡിയ എന്നിവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ റാഷണലിസം എന്ന് പറയുന്ന ചിന്താ പദ്ധതിയുടെ ഉപജ്ഞാതാവായ വ്യക്തിയാണ് റെനെ ഡെക്കാർട്ട്. നമുക്ക് റെനെ ഡെക്കാർട്ട് എന്ന് പറയുന്ന ആ ചിന്തകനെ ഒന്ന് പരിചയപ്പെടാം. റെനെ ഡെക്കാർട്ട് ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത്, റെനെ ഡെക്കാർട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി എന്നുള്ളത്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ, പാശ്ചാത്യ ദർശനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റെനെ ഡെക്കാർട്ട്. അദ്ദേഹം ഒരു മാത്തമെറ്റീഷ്യൻ, ഈസ് എ മാത്തമെറ്റീഷ്യൻ ആൻഡ് എ സയൻറ്റിസ്റ്റ് ഓൾസോ. ഗണിതശാസ്ത്രപരമായ കാര്യങ്ങളെ, നിഗമനങ്ങളെയൊക്കെ തന്നെ, ആശയങ്ങളെ ഫിലോസഫിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് തൻ്റെതായ ഒരു മെത്തേഡ്, കാർട്ടീഷ്യനിസം എന്നറിയപ്പെടുന്ന, കാർട്ടീഷ്യൻ മെത്തേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന തൻ്റെതായ രീതി ഫിലോസഫിയിൽ കൃത്യമായി പ്രയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് റെനെ ഡെക്കാർട്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഡിക്റ്റം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഡിക്റ്റം എന്നാണ് നമ്മൾ പറയുക. നമ്മൾ സോക്രട്ടിക് ഡിക്റ്റം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സോക്രട്ടീസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിർച്യൂ ഈസ് നോളജ് എന്നുള്ളതാണ്. അറിവ് എന്ന് പറയുന്നത് നന്മയാണ് എന്ന് പറഞ്ഞു. അതുപോലെ റെനെ ഡെക്കാർട്ട് നമുക്കിവിടെ പറയുന്ന ഒരു കാര്യം കൊജിറ്റോ എർഗോസം എന്ന് പറയുന്നൊരു വാക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും. സ്ക്രീനിൽ അതിൻ്റെ ഇത് എഴുതി കാണിക്കുമ്പോൾ നമുക്കത് ആ വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൊജിറ്റോ എർഗോസം. എന്താണ് കൊജിറ്റോ എർഗോസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൊജിറ്റോ എർഗോസം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു നമുക്ക് കൃത്യമായ നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു സെൽഫ് എവിഡൻ്റ് ആയ ഒരു കാഴ്ചപ്പാടാണ് റാഷണലിസത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഡ്യൂവലിസ്റ്റ് കാഴ്ചപ്പാട് ഡെക്കാർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഡ്യൂവലിസം എന്താണ് എന്നുള്ളത് ഇതുപോലെ തന്നെ കഴിഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് പറയാം. ഡ്യൂവലിസം എന്നുള്ളത് റിയാലിറ്റി ഈസ് ടു എന്നുള്ളതാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ടു, രണ്ടാണ് റിയാലിറ്റി. അപ്പോൾ
എന്തൊക്കെയാണ് ഡെക്കാർട്ട് മുന്നോട്ട് വയ്ക്കുന്ന റിയാലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഒന്ന് മൈൻഡാണ്, മറ്റൊന്ന് ബോഡിയാണ്, അല്ലെങ്കിൽ മാറ്റർ എന്നുള്ള രീതിയിൽ പറയാം. ഈ രണ്ട് റിയാലിറ്റീസാണ്. ഇനി ഇതിൻ്റെ ഒരു ഇൻ്ററാക്ഷനിസം ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൂടിച്ചേരലുണ്ട്. ഇദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ മനസ്സും അതുപോലെ തന്നെ ശരീരവും സ്വതന്ത്രമായ സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്, അത് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവ കൃത്യമായി ബ്രെയിനിലെ പീനിയൽ ഗ്ലാൻഡിലൂടെ അത് കൂടിച്ചേരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനെ അദ്ദേഹം പറയുന്ന പേരാണ് ഇൻ്ററാക്ഷനിസം എന്നാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡെക്കാർട്ട് വിശദീകരിക്കുന്നത്. മൈൻഡ് ബോഡി റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഡെക്കാർട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗണിതശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക്, ഈ ഫിലോസഫിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ സെൽഫ് എവിഡൻറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഇപ്പോൾ ത്രികോണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ത്രികോണത്തിൻ്റെ എപ്പോഴും അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 തന്നെയായിരിക്കും. അപ്പോൾ അത് സെൽഫ് എവിഡൻറ്റ് പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് അതിനെ നമ്മൾ പറയുന്നത്. ത്രികോണം മാത്രമല്ല, അപ്പോൾ അത്തരത്തിൽ ത്രികോണമാവട്ടെ, വൃത്തമാവട്ടെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നേറ്റ് ഐഡിയാസ് രൂപത്തിലാണ് ലഭിക്കുന്നത് എന്നാണ് റാഷണലിസ്റ്റുകൾ വാദിക്കുന്നത്. ഇന്നേറ്റ് ഐഡിയ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നേറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഐഡിയ വിച്ച് ഈസ് ഓൾറെഡി ഇൻ ദ മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് അവർ ബർത്ത്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അവർ നോളജ്. ദാറ്റ് ഈസ് ഇന്നേറ്റ് ഐഡിയാസ്. ഈ റാഷണലിസത്തിൽ പ്രധാനമായും പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ് റെനെ ഡെക്കാർട്ട്. ഇനി രണ്ട് ആളുകൾ കൂടി റാഷണലിസ്റ്റുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു ആളാണ് സ്പിനോസ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ചിന്തകൻ. സ്പിനോസയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. സ്പിനോസ ഈസ് ഓൾസോ നോൺ ആസ് ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് മാൻ. സ്പിനോസ പറയുന്ന ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് മാൻ എന്നാണ് സ്പിനോസയെ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നേച്ചുറ നേച്ചുറൻസ്, അതുപോലെ നേച്ചുറ നേച്ചുറാറ്റ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. നേച്ചുറ നേച്ചുറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോഡ്. നേച്ചുറ നേച്ചുററ്റ എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് ദ വേൾഡ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ് പാൻതീസം. പാൻതീസം പാൻതീസം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗോഡ് ഈസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് ഇൻ ഹിം. ഗോഡ് ഈസ് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ഹിം. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പാൻതീസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അവസാനമായി റാഷണലിസ്റ്റുകളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ലെയ്ബിനിസ് എന്ന് പറയുന്ന ചിന്തകനെയാണ്. ലെയ്ബിനിസ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മൊണാഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. മൊണാഡ്. വാട്ട് ഈസ് എ മൊണാഡ് മീൻസ്? മൊണാഡ് ഈസ് ദ സെൻറ്റർ ഓഫ് ഫോഴ്സ്. ഊർജത്തിൻ്റെ ഉറവിടങ്ങളെയാണ് മൊണാഡുകൾ എന്നറിയപ്പെടുന്നത്. ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മൊണാഡ്സ് കൊണ്ടാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും മൊണാഡുകളാണ്, നമ്മളെല്ലാം തന്നെ ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ മൊണാഡ്സിനെ പരിചയപ്പെടുത്തുകയാണ് ലെയ്ബനിസ് എന്ന് പറയുന്ന ചിന്തകൻ ചെയ്തിട്ടുള്ളത്. പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് കൂടി ലെയ്ബനിസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി എന്ന് പറഞ്ഞാൽ ദൈവം ഓരോ ശരീരത്തെയും മനസ്സിനെയും മുൻകൂട്ടി അതിനെ കൂട്ടി ചേർത്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ദ ഹാർമണി ഈസ് ഓൾറെഡി ബീങ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ്. പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ലെയ്ബനിസ് എന്ന് പറയുന്ന ചിന്തകൻ നമ്മൾക്ക് റാഷണലിസത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് rationalism. So I told you that rationalism is a system of philosophy, and next we are going to learn about another system of philosophy, that is empiricism. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് റാഷണലിസം എന്ന് പറയുന്ന തത്വശാസ്ത്ര പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റാഷണലിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നും അതിൻ്റെ ഘടനാപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എംപെരിസിസം എന്ന ചിന്താ പദ്ധതിയിലേക്കാണ്. ജോൺ ലോക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എംപെരിസിസം. എംപെരിസിസത്തെ നമ്മൾ ബ്രിട്ടീഷ് എംപെരിസിസം എന്ന് കൂടി പറയാറുണ്ട്. ജോൺ ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ദ റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ് എന്നുള്ളതാണ്. എന്താണ് ഇന്നേറ്റ് ഐഡിയാസ് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നേറ്റ് ഐഡിയാസ് ആർ ദ ഐഡിയാസ്, ദ സെൽഫ് എവിഡൻറ്റ് ഐഡിയാസ്
പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. റാഷണലിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ ഏറ്റവും കൃത്യമായ ഏറ്റവും പെർഫെക്റ്റ് നോളജ് നമുക്ക് ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ത്രൂ അവർ ഇന്നേറ്റ് ഐഡിയാസ് ഓർ ഇന്നേറ്റ് ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അവർ നോളജ് എന്നതാണ് റാഷണലിസ്റ്റുകൾ പറഞ്ഞത്. എങ്കിൽ ഇൻ എംപരിസിസം ദേ ആർ സ്ട്രോങ്ലി ഡിനൈ ദിസ് ഇന്നേറ്റ് ഐഡിയാസ്. കൃത്യമായ ഒരു ഓപ്പോസിറ്റിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോൺ ലോക്ക് കൃത്യമായും പറയുന്നത് തന്നെ റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ് ആണ്. ഇന്നേറ്റ് ഐഡിയാസിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എംപരിസിസം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എംപരിസിസത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട എംപരിസിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു ജോൺ ലോക്ക്. ജോൺ ലോക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എംപരിസിസം. ജോൺ ലോക്കിനെ കൂടാതെ നമ്മൾ എംപരിസിസ്റ്റുകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന മറ്റ് രണ്ട് തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡേവിഡ് ഹ്യൂം ആണ്, മറ്റൊന്ന് ജോർജ് ബെർക്ലിയാണ്. നമുക്ക് ഏതായാലും നമ്മളുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കൃത്യമായും ജോൺ ലോക്ക് എന്ന് പറയുന്ന തിങ്കറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പരീക്ഷ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ജോൺ ലോക്ക് എന്ന് പറയുന്ന തിങ്കറിനെ കുറിച്ചാണ്. അപ്പോൾ ജോൺ ലോക്ക് എംപരിസിസത്തിൻ്റെ വക്താവ് അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് എംപരിസിസം എന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാഷണലിസം ആൻഡ് എംപരിസിസം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോത്ത് ആർ എപ്പിസ്റ്റമോളജിക്കൽ അറ്റംപ്റ്റ്സ്. അറിവിൻ്റെ സ്വാംശീകരണമാണ് നമ്മൾ എപ്പിസ്റ്റമോളജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എംപരിസിസം എന്നുള്ളതും റാഷണലിസം എന്നുള്ളതും എപ്പിസ്റ്റമോളജിക്കൽ കൺസെപ്റ്റുകളാണ്. ഹൗ ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ, ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. എംപരിസിസം റാഷണലിസത്തിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു റാഷണലിസത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഉള്ള ഇന്നേറ്റ് ഐഡിയാസ് ആണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഏറ്റവും നമ്മുടെ പ്രകടമായ നമ്മുടെ ഏറ്റവും ഉന്നതമായ അറിവിൻ്റെ ഉറവിടം എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചത് ഇന്നേറ്റ് ഐഡിയാസ് ആയിരുന്നു. എന്നാൽ എംപരിസിസ്റ്റുകൾ പറയുന്നത് all our knowledge is we are getting our knowledge only through our sense organs. അല്ലെങ്കിൽ sense experiences are the foundation of our knowledge. അനുഭവങ്ങളാണ്, ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവമാണ് അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു ആകെ തുകയാണ് നമ്മളുടെ അറിവ് എന്നാണ് എംപരിസിസ്റ്റുകൾ വാദിക്കുന്നത്. അതേസമയം റാഷണലിസ്റ്റുകൾ പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് പലപ്പോഴും പരിമിതമാണ് എന്നുള്ളത്, ലിമിറ്റഡ് ആണ്. വി ആർ ഗെറ്റിംഗ് ദ ലിമിറ്റഡ് നോളജ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. റെനെ ഡെക്കാർട്ട് തന്നെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു, സംടൈംസ് അവർ സെൻസ് ഓർഗൻസ് മേ ഡിസീവ് അസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് ചിലപ്പോൾ നമ്മളെ ചതിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ ചിലപ്പോൾ ഇംപെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയും. ഇത് പറയുമ്പം മറ്റൊരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ഇല്യൂഷൻ, മായ എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കാനായിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറയാറുണ്ട്. റോപ്പ് ഫോർ എ സ്നേക്ക് എന്ന് പറഞ്ഞു, അത് അല്ലെങ്കിൽ ഷെൽ ഫോർ സിൽവർ തുടങ്ങിയ കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോൾ കുറച്ച് ഒരല്പം ഇരുണ്ട വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ ഒരു കയറ് കിടക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അത് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരു കക്ക കിടക്കുമ്പോൾ അതൊരു വെള്ളി ആഭരണം അല്ലെങ്കിൽ എന്തെങ്കിലുമാണ്, ഷെൽ ഫോർ എ സിൽവർ എന്ന രീതിയിൽ നമ്മൾ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഈ ഒരു ചിന്ത ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയുകയാണ്. അതുകൊണ്ടായിരിക്കാം റാഷണലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും നമ്മളെ ചതിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജന്മസഹജമായി ലഭിച്ചിട്ടുള്ള സെൽഫ് എവിഡൻ്റായി നിൽക്കുന്ന ഇന്നേറ്റ് ഐഡിയാസാണ് നമ്മുടെ അറിവിൻ്റെ ആധാരമെന്ന് റാഷണലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ എംപരിസിസത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത്
നേരെ വിപരീതമായ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു റാഷണലിസം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നമ്മുടെ എല്ലാ അറിവിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ, കണ്ണിലൂടെയും കാതിലൂടെയും നാക്കിലൂടെയും മൂക്കിലൂടെയും ത്വക്കിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അനുഭവങ്ങളാണ് നമ്മുടെ യഥാർത്ഥമായ അറിവ് എന്നാണ് എംപിരിസിസ്റ്റുകൾ വാദിക്കുന്നത്. ഇതാണ് എംപിരിസിസവും റാഷണലിസവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത്, എംപിരിസിസത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് എന്ന ചിന്തകനെക്കുറിച്ചാണ്. ജോൺ ലോക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ് ആണ്. റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ റാഷണലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കുറേ സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ ജന്മവാസനകൾ ഉണ്ടാകും എന്നാണല്ലോ റാഷണലിസ്റ്റുകൾ പറഞ്ഞു വെച്ചത്. എന്നാൽ ജോൺ ലോക്ക് ശക്തമായി വാദിക്കുന്ന ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു ഇന്നേറ്റ് ഐഡിയയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ജന്മസമയത്ത് ആ തരത്തിലുള്ള ഒരു ഐഡിയയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ, ഒരു അറിവും ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവുന്നില്ല. എല്ലാ അറിവുകളും ഒരു കുഞ്ഞിന് ലഭിക്കുന്നത് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിന് അതിൻ്റെ സെൻസ് ഓർഗൻസിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ അറിയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് എന്ന് ഉള്ള ഒരു വാദഗതിയാണ് അദ്ദേഹത്തിൻ്റെ ദ റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ് എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞത്. ശക്തമായി തന്നെ അതിനോട് വിയോജിക്കുകയാണ് ജോൺ ലോക്ക് ചെയ്യുന്നത്. ജോൺ ലോക്ക് ഇത് പ്രസ്താവിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ടാബുല റാസ എന്നൊരു പദമുണ്ട്. ടാബുല റാസ. വാട്ട് ഈസ് ടാബുല റാസ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് ദ മൈൻഡ് ഓഫ് എ ന്യൂ ബോൺ ബേബി ഈസ് ലൈക്ക് a white sheet of paper. The mind of a newborn baby is like a white sheet of paper. ജനിച്ച പാടുള്ള ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒന്നും എഴുതാത്ത വളരെ ശുദ്ധമായ ഒരു വെളുത്ത കടലാസ് പോലെ പവിത്രമാണ് അല്ലെങ്കിൽ നിർമ്മലമാണ് എന്ന് ജോൺ ലോക്ക് വാദിക്കുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ബേബി ഈസ് ഗെറ്റിംഗ് knowledge only through the sense organs. നമ്മുടെ ലോകത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞ് അതിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ജോൺ ലോക്ക് കൃത്യമായിട്ടും പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സ് ആൻഡ് സിമ്പിൾ ഐഡിയാസ്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഐഡിയ, അതാണ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഐഡിയാസ്. കഴിഞ്ഞ വർഷം ലോജിക്ക് പഠിച്ചപ്പോൾ നമ്മളവിടെ കൺസെപ്റ്റ് ഫോർമേഷൻ, ജഡ്ജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു. അതേപോലെ തന്നെ നമുക്കിവിടെ ജോൺ ലോക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, കോംപ്ലക്സ് ഐഡിയാസും അതുപോലെ സിമ്പിൾ ഐഡിയാസിനെ കുറിച്ച് പറയുന്നു. നമുക്ക് ഓരോന്നും അറിയുന്നത് സിമ്പിൾ ഐഡിയാസ് ആയിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരാളെ കാണുന്നു എന്ന് കരുതാം. ഒരാളെ നമ്മൾ കാണുമ്പം എന്തെല്ലാം കാണുന്നുണ്ട്? ഒരാളുടെ രൂപം, അയാളുടെ വസ്ത്രധാരണ രീതി, അയാളുടെ ശബ്ദം, അയാളുടെ നടത്തത്തിൻ്റെ രീതി, അയാളുടെ ഭാഷ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വ്യക്തി ഒരു കൂട്ടം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നീളം, തടി, അതുപോലെ ശബ്ദം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഓരോന്നായി നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു. അത് അല്ലെങ്കിൽ സിമ്പിൾ ഐഡിയാസ് ആയിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. എന്നിട്ട് ഈ ഐഡിയകളെല്ലാം, ദീസ് സിമ്പിൾ ഐഡിയാസ് ആർ becoming together and they become a complex idea. ഇങ്ങനെയുള്ള ചെറിയ ആശയങ്ങൾ അല്ലെങ്കിൽ
വ്യത്യസ്തമായി കിടക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേരുകയും അത് ഒരു കോംപ്ലക്സ് ഐഡിയ ആയിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ജോൺ ലോക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ജോൺ ലോക്ക് എന്ന് പറയുന്ന എംപിരിസിസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെർക്ക്ലി അതുപോലെ ഡേവിഡ് ഹ്യൂം തുടങ്ങിയ 2 എംപിരിസിസ്റ്റുകൾ കൂടിയുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ മുതിർന്ന ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും, ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ഏതായാലും ഈ ഒരു ചാപ്റ്റർ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എംപിരിസിസം, റാഷണലിസം എന്നീ 2 എപ്പിസ്റ്റമോളജിക്കൽ ബ്രാഞ്ചസിനെ, അറിവിൻ്റെ 2 മേഖലകളെ, അവ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നും ഇതിൻ്റെ 2ൻ്റെയും പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണെന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ക്ലാസ്സിൽ എംപിരിസിസം അതുപോലെ റാഷണലിസം തുടങ്ങിയവയെ പരിചയപ്പെടുത്തുന്നതിലൂടെ ചെയ്തത്. ഇതിൻ്റെ ഒരു വർക്ക് എന്നുള്ള നിലയ്ക്ക് കമ്പയർ എംപിരിസിസം ആൻഡ് റാഷണലിസം എന്ന ഒരു ചെറിയ പ്രബന്ധം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇതേവരെ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.